ഈ എ പ്ലസ് സെറ്റപ്പ് ബി പ്ലസ് സെറ്റപ്പ് എന്നൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. അത് ഈ ICT SMC ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ്. കുറച്ച് പ്രൊബോളിറ്റി ഉള്ള സെറ്റപ്പിന് നമ്മൾ എ പ്ലസ് സെറ്റപ്പ് എന്ന് പറയുന്നു, പ്രൊബോളിറ്റി കുറഞ്ഞതിനെ ബി പ്ലസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊബോളിറ്റി ബേസ് ചെയ്ത് നമുക്ക് സെറ്റപ്സിനെ അത്ര ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ എ പ്ലസ് സെറ്റപ്പ് മാത്രം നമുക്ക് ട്രേഡ് ചെയ്താൽ പോരെ? അതിനിപ്പോൾ സ്വാഭാവികമായിട്ടും വിൻ റേറ്റ്സ് കൂടുതലായിരിക്കും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ 2 കാറ്റഗറി ആയിട്ട് വിടുന്നു? അപ്പോൾ എ പ്ലസ് സെറ്റപ്പ് എന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രേഡ് TP അടിക്കുന്ന സെറ്റപ്സ് എല്ലാം എ പ്ലസ് സെറ്റപ്സ് ആണ്. ഞാൻ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. അല്ലാത്തതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാതെ എന്ത് ചെയ്യുക, നോർമൽ കിട്ടുന്ന സെറ്റപ്സ് കാര്യങ്ങൾ മാർക്കറ്റ് കണ്ടീഷനും കൂടെ നോക്കിയിട്ട്, ഇപ്പോൾ നിങ്ങളൊരു ബൈ ആണ് എടുക്കുന്നതെങ്കിൽ അത് എത്രത്തോളം പ്രൊബോളിറ്റി ഉണ്ട് നമ്മൾ തീരുമാനിക്കുന്നത്, എത്രത്തോളം അവിടെ അഗ്രഷൻ വരാൻ സാധ്യതയുണ്ട്, അതായത് ബയ്യേഴ്സിൻ്റെ അഗ്രഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതിലൊരു കൂടുതൽ ബൈയിങ് പ്രസൻസ് അല്ലെങ്കിൽ ബൈയിങ് വോളിയം നിങ്ങളവിടെ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ എ പ്ലസ് സെറ്റപ്പ് എന്ന് വിളിക്കാം. ബട്ട് സ്റ്റിൽ അത് TP അടിക്കണോ SL അടിക്കണോ എന്നുള്ളത് പിന്നുള്ള കാര്യമാണ്. അത് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും. നമ്മുടെ റൂൾ പ്രകാരം, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം, കോൺസെപ്റ്റ് പ്രകാരം ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക.